ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 31-ാം നാൾ. കർത്താവിൻ്റെ പീഡാസഹനത്തെ, കുരിശുമരണത്തെ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ നടത്തുന്ന ഈ ശുശ്രൂഷ, ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നിരന്തരം നന്ദി പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ മുമ്പോട്ട് പോകാം. ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടുന്നു, വലിയ മാനസാന്തരം ഉണ്ടാകുന്നു. ടോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ ഭൗതികമായ എന്തെങ്കിലും ഒരു മെച്ചപ്പാടിനെക്കാട്ടിലും, ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചതൊക്കെ അതായിരുന്നു, നമ്മുടെ ഉള്ളുരുകുന്നുണ്ടെങ്കിൽ, ഒരു അനുതാപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു പാപം ഈ കാരുണ്യ വഴി കൂടിയിട്ട് ഒരു പാപം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു ബന്ധം രമ്യപ്പെടാൻ പറ്റിയെങ്കിൽ അത് വലിയ കാര്യമാണ്. നമ്മുടെ നിലപാടിൽ, ശൈലിയിൽ ചില മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ടോക്കുകളിൽ ഒന്നിൽ പറഞ്ഞായിരുന്നു, ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യണമെന്ന്, അല്ലേ? രമ്യപ്പെടാൻ വേണ്ടി ഈശോ കുരിശിൽ കിടന്നുകൊണ്ടും പറഞ്ഞു, ഔട്ട് ഓഫ് ദെയർ ഇഗ്നറൻസ്, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരത് ചെയ്യുന്നത്, അവരോട് ക്ഷമിക്കണേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മൾ ദ്രോഹിച്ചവരൊക്കെ ചില അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അവരിതിനു മുമ്പേ വിക്റ്റിമായിരുന്നിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ അന്ന് ആ ടോക്കിൻ്റെ അതിന് പിന്നാലെ എനിക്ക് കിട്ടിയ ടെസ്റ്റിമണീസ് സൂചിപ്പിക്കുന്നത് ഒരുപാട് ഫോൺ കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി എന്നാണ്. കുറേ ബന്ധങ്ങളിൽ ഈ രമ്യപ്പെടൽ നടന്നു, മഞ്ഞുരുകുന്ന അനുഭവം ഉണ്ടായി. അതാണ് നടക്കേണ്ടത്. അവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളങ്ങനെ നമ്മളെ തന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അനുഗ്രഹങ്ങൾ ഒരുപാട് തരും. ചിലപ്പോൾ പാപത്തിൽ നിന്ന് മാറ്റി നിർത്താതെയും കർത്താവ് അനുഗ്രഹം തരും കേട്ടോ. ഇത് കിട്ടിയിട്ടെങ്കിലും അവനൊന്ന് തിരിച്ചു വരട്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ബോണസായിട്ട് കർത്താവ് നമുക്ക് ചില സൗഖ്യവും അനുഗ്രഹമൊക്കെ തരും. അതിൻ്റെ എല്ലാം ഉദ്ദേശം, ആത്യന്തിക ഉദ്ദേശം കർത്താവിലേക്ക് വരിക എന്നുള്ളതാണ്. സൗഖ്യം അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല കർത്താവിൻ്റെത്, അത് ഒരു ഉപാധിയാണ് നമ്മളെ കുറച്ചുകൂടെ കർത്താവിലേക്ക് അടുപ്പിച്ച് നിർത്താൻ. നമ്മളാകട്ടെ സൗഖ്യം കിട്ടിയിട്ട് പൊടിയും തട്ടി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരരുത്. അങ്ങനെ വരുമ്പോൾ കർത്താവ് തോറ്റുപോകും. ആത്യന്തിക ഉദ്ദേശം, ഈ കാരുണ്യവഴി ശുശ്രൂഷയുടെ ആത്യന്തിക ഉദ്ദേശം നമ്മൾ കുറച്ചുകൂടെ കർത്താവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മറന്നു പോയിട്ട് വേറൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചോ മറ്റു കാര്യങ്ങൾ, പക്ഷേ ഇതായിരിക്കണം പ്രൈം ഇമ്പോർട്ടൻറ്റ് തിങ് എന്നോർത്തേക്കണം, ഏറ്റവും പ്രധാനപ്പെട്ടത്. യെസ്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 28-ാം വാക്യം. ഒരൊറ്റ വാക്യമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തീരും. ചിലർ പറയുന്നു, വെച്ചാൽ ഇത്ര പെട്ടെന്ന് തീരണ്ട, കുറച്ചുകൂടെ സമയം എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് വലിയ കാര്യം. ഇപ്പം ഞങ്ങളിവിടെ പറയുകയായിരുന്നു, ഇനി കുറച്ചുകൂടെ സമയം എടുത്താൽ ചിലപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങും, ഇത്രയും വേണ്ട, കുറച്ചാലും കുഴപ്പമില്ല എന്ന് പറയും. അതുകൊണ്ട് ഇപ്പം നിങ്ങളിങ്ങനെ പറയുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ചില ദിവസങ്ങളിൽ വിഷയം ആവശ്യപ്പെടും കുറച്ചുകൂടെ വേണം. ചില ദിവസങ്ങളിൽ ഇത്രയും മതി, ആ വിഷയം കിട്ടി നിങ്ങൾക്ക്, ബാക്കി നമുക്ക് ആരാധന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം കുറച്ചുകൂടെ നേരം എടുത്തിട്ട്. ആ ടോക്ക് കണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ, ആ സ്പാർക്ക് നമുക്ക് അന്നത്തേക്കുള്ള ഫുഡ് ഫോർ തോട്ട്, അന്ന് ചിന്തിക്കാനുള്ള വിഷയം കിട്ടിയാൽ അത് മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഭാഗത്തിൻ്റെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഈ ഭാഗത്തിൻ്റെ യോഹന്നാൻ 18-28 പ്രത്യേകത, ഈശോയുടെ പീഠാനുഭവ രംഗങ്ങളിൽ ഏറ്റവും വൈരുദ്ധ്യമുള്ള രംഗമാണിത്. ഏറ്റവും കോൺട്രഡിക്ടറി പാർട്ടാണിത്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. നമുക്ക് ആദ്യം ആ വാക്യം വായിച്ചിട്ട് അതിനകത്തുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. ഓരോ വാക്യവും അനലൈസ് ചെയ്യുമ്പം ഓരോ ചെറുവാക്കിലും കാര്യവും കാരണങ്ങളും ആശയങ്ങളും ഉണ്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് ഈ വൈരുദ്ധ്യം ധ്യാനിക്കാം. 28-ാം വാക്യം, യോഹന്നാൻ 18. ഈശോയെ അവർ കയ്യാഫാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം, ഒരു ചോദ്യം ചോദിക്കാം. ശ്രദ്ധിച്ച് എൻ്റെ കൂടെ വായിക്കുക, ബൈബിൾ തുറന്നു വയ്ക്കുക. ഇനി ബൈബിൾ കയ്യിലില്ലാത്ത സാഹചര്യമാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഈശോയെ അവർ കയ്യാഫാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. ഈ വായിച്ചതിൽ നിങ്ങൾക്ക് എവിടെയാണ് കല്ല് കടിക്കുന്നത്? എവിടെങ്കിലും നിങ്ങൾക്ക് ഒരു വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ഷെയർ ചെയ്യാം. വീട്ടിൽ അടുത്ത് ആരെങ്കിലും ഇരുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ചിലത് ഞാൻ അറിഞ്ഞു, ഇങ്ങനെ ഷെയർ ചെയ്യാൻ കൂടെ ഒറ്റയ്ക്കായിരിക്കുന്നേ കൂടാനേ.
അപ്പോൾ ഇങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ എല്ലായിടത്തും കണക്റ്റഡ് ആണല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ഈ നേരത്ത് തന്നെ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ അത്ഭുതമായി, ദൈവമേ അത്ര വലിയ അഡ്വാൻസ്ഡ് ആയല്ലോ ആൾക്കാർ. എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക, എനിക്ക് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത് പേഴ്സണലായിട്ടും ഗ്രൂപ്പിലും ഒക്കെ ഉത്തരം പറയാം. ഏതാണ് ഏറ്റവും കോൺട്രഡിക്ഷൻ ഇത് നമ്മൾ വായിച്ചതിനകത്ത്? നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു, പറഞ്ഞു പക്ഷേ നമ്മളിനി ആ വാക്യം ഓരോന്നെടുക്കുകയാണ്. ഈശോയെ അവർ കയ്യാഫാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. പ്രത്തോറിയം എന്ന് വെച്ചാൽ പ്രത്തോർ ഉള്ള സ്ഥലം, പ്രത്തോർ ജനറൽ, റോമൻ ജനറൽ പീലാത്തോസിൻ്റെ സ്ഥലത്തിന് പറയുന്നതാണ് പ്രത്തോറിയം. അപ്പോൾ കയ്യാഫാസിൻ്റെ അടുത്ത് നിന്ന് പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്താ കാര്യം? ആ കാര്യമൊക്കെ അറിയുമ്പോഴല്ലേ അതിൻ്റെ രസമുള്ളൂ, അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടും. എന്തുകൊണ്ട് കയ്യാഫാസ് ആരാ? പ്രധാന പുരോഹിതൻ. കയ്യാഫാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് ഈ പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്താ? കാരണം കയ്യാഫാസ് ആരാ? യഹൂദൻ. ഒരു യഹൂദ നേതാവ്, പ്രധാന പുരോഹിതൻ എത്ര ശിക്ഷ വിധിച്ചാലും അതെങ്ങും എത്തില്ല. കുരിശേ കയറ്റി കൊന്നു കളയാനൊരു ശിക്ഷ ഈ യഹൂദൻ്റെ നിയമത്തിൽ ഇല്ല. പരമാവധി പാപത്തിൽ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലാമെന്നേ ഉള്ളൂ. കുരിശുമരണം ഇല്ല. അപ്പോൾ കുരിശുമരണം മേടിച്ചെടുക്കണമെങ്കിൽ എവിടെ കൊണ്ടുപോകണം? പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. റോമൻ ഭരണത്തിൻ്റെ മുമ്പിലേക്ക് ഈശോയെ ഇട്ടുകൊടുക്കണം. അതാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കയ്യാഫാസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ആരോപണമല്ല ഇപ്പുറത്ത് വന്നപ്പം. ആരോപണമൊക്കെ മാറുന്നുണ്ട്, നിങ്ങളത് ബൈബിൾ വായിച്ച് മനസ്സിലാക്കിക്കോണേ. ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു ആരോപണം? കയ്യാഫാസിൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ ദൈവനിഷേധം പറഞ്ഞു, അവൻ ദൈവമാണെന്ന് അവനെ തന്നെ സ്ഥാപിച്ചു എന്നതായിരുന്നു ഇവിടുത്തെ ആരോപണം. ഇവിടെ വന്നിട്ട് അത് പറഞ്ഞാൽ വിലപ്പോകില്ല. ഇവിടെ വന്നിട്ട് പീലാത്തോസ് പറയും അവൻ ദൈവമാണെന്ന് പറഞ്ഞു, അതിനെന്നാ ഇപ്പം അതിന് കുഴപ്പമെന്നാ എന്നേ വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് പറയുന്നത് എന്താ? ഇവൻ യഹൂദരുടെ രാജാവാണെന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ റോമൻസിന് ചൊടിക്കും. കാര്യം എന്താ? റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ് യഹൂദർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു രാജാവ് ഉദയം ചെയ്താൽ അത് റോമൻ ഭരണത്തെയും ചൊടിപ്പിക്കും. അതുകൊണ്ട് ആർഗ്യുമെൻറ്റ് പോലും മാറ്റി പിടിക്കുകയാണ്. എന്നിട്ടാണ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ കാരണം. പിന്നെ ഈശോ കുരിശിൽ മരിക്കുമെന്നുള്ളത് പ്രവചനമാണ്, അത് പൂർത്തിയാകണം. സങ്കീർത്തനം 22 വായിക്കുക, ഏശയ്യ 52. അതുകൂടാതെ ഈശോ തന്നെ മത്തായി 26:2 ഒക്കെ പറയുന്നുണ്ട്, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ അവൻ മരിക്കേണ്ടത് എങ്ങനെയാ? കുരിശേ തന്നെയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണം ഈശോയിൽ സംഭവിക്കണം. അപ്പോൾ കുരിശേ തന്നെയാണ് മരിക്കേണ്ടത്. അപ്പോൾ ആ പ്രവചനങ്ങൾ ഇതിൻ്റെ പിന്നിൽ കിടപ്പുണ്ടെന്ന് കൂടി ഓർക്കുക. എന്നിട്ട് അപ്പോൾ പുലർച്ചെയായിരുന്നു. അപ്പോൾ പുലർച്ചെയായിരുന്നുള്ളത് തന്നെ നമ്മളെ എങ്ങനെ സ്റ്റക്കാക്കും. ഷടാ, എന്തൊരു അത്യാവശ്യമെന്ന് അറിഞ്ഞില്ലേ? ഉറങ്ങിക്കിടന്ന പീലാത്തോസിനെ വിളിച്ചെണ്ണിപ്പിച്ചിട്ടാണ് ഇവന്മാർ ഈ വെപ്രാളപ്പെട്ട് ഈ ശിക്ഷാവിധി ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊരു അത്യാവശ്യമായിരുന്നു! എന്ത് കലാപം ഇവിടെ ഉണ്ടാക്കി ഈശോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്ലാൻ നോക്കിക്കേ, ഇതിൻ്റെ പിന്നിലുള്ള തിടുക്കം കണ്ടോ ഇവരുടെ ഈ യഹൂദ നേതാക്കളുടെ തിടുക്കം. അപ്പോൾ പുലർച്ചെയായിരുന്നു, നേരം വെളുത്തതേ ഉള്ളൂ. തൊട്ട് മുമ്പത്തെ രംഗം പത്രോസ് 3-ാമത്തെ പ്രാവശ്യം തള്ളി പറഞ്ഞിട്ട് കോഴി കൂവിയിട്ട് നിൽക്കുക. പുലർച്ചെ 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള എപ്പോഴോ സമയമായത്. കോഴി കൂവി നിൽക്കുക. ആ നേരത്താണ് ഇവിടെ വന്നിട്ട് പീലാത്തോസിനെ അരമനയിൽ ഉറങ്ങിക്കിടന്ന പീലാത്തോസിനെ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് വിധിവാക്യം ഉച്ചരിപ്പിക്കാൻ പോവുക. പീലാത്തോസിനെ കൊണ്ട് പ്രഷർ ചെയ്തിട്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ വൈരുദ്ധ്യമുള്ള ഭാഗം ഏതാ? അത് അടുത്ത സെൻറ്റൻസ് എന്താ അത്? അതിങ്ങനെയാണ്, അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ചിരി വരുന്നുണ്ടോ ഇവന്മാർ കാണിക്കുന്ന കാട്ടായം കണ്ടിട്ട്? അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കണം. അന്ന് പെസഹയാണേ. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് അന്നാണ് പെസഹ. അതും കൂടെ ഓർത്തേക്ക് ഈ കൂട്ടത്തിൽ, അന്നാണ് പെസഹ. അതായത് ഈ സിനോപ്റ്റിക് ഗോസ്പെൽസിൽ, ഞാൻ ഈ കാരുണ്യ വഴിയിൽ പറഞ്ഞതാണെന്ന് എൻ്റെ ഓർമ്മ, സിനോപ്റ്റിക് ഗോസ്പെൽസിൽ ഈശോ പെസഹ ആചരിച്ചിട്ട് പിറ്റേന്നാളാണ് കുരിശിൽ മരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പെസഹായുടെ അന്നാണ് ഈശോ കുരിശിൽ മരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ കുഞ്ഞാടിനെ അറക്കുമ്പോൾ യഥാർത്ഥ കുഞ്ഞാട് അവിടെ കുരിശിൽ മരിക്കുന്നു, ബലിയാകുന്നു, പാപമോചനത്തിൻ്റെ യഥാർത്ഥ കുഞ്ഞാട്. അപ്പോൾ പെസഹ ദിവസം എത്തി, പെസഹ ഭക്ഷിക്കണം അശുദ്ധരാകാതെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇവർ? അതുകൊണ്ട് പ്രത്തോറിയത്തിൽ കയറുന്നില്ല. പ്രത്തോറിയ ആരുടെയാ? വിജാതിയൻ്റെയാ. റോമൻസ് വിജാതിയരാ. അപ്പോൾ വിജാതിയുടെ സ്ഥലത്തോട്ട് കയറിയിട്ട് ഇവർ അശുദ്ധരാകുന്നില്ല. കണ്ടോ ശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തയും ചിട്ടയും കണ്ടോ, അച്ചടക്കം കണ്ടോ? ശുദ്ധിയെക്കുറിച്ച് എന്തൊരു കൺസേൺ ആണ് നോക്കിക്കേ. എന്നിട്ട് എന്താ അവർ ചെയ്യുന്നേ? ദൈവപുത്രനെ കൊലയ്ക്ക് കൊടുത്തിട്ട് തങ്ങളുടെ ശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ.
ദൈവപുത്രനെ കൊലയ്ക്ക് കൊടുത്തിട്ട് തങ്ങളുടെ ശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ച് പ്രത്തോറിയത്തിൽ കയറാതെ പുറത്തിറങ്ങി നിൽക്കുന്ന മാന്യന്മാർ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് വൈരുദ്ധ്യം. നമുക്കൊക്കെ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ കർത്താവ് തമ്പുരാനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ചില റിച്വൽ പ്യൂരിറ്റി സൂക്ഷിക്കാൻ നോക്കുക. നോമ്പ് പക്കയാണ് നമുക്കൊക്കെ. ഇപ്പം നോമ്പൊക്കെ കൂടി കുറച്ചുകൂടെ ജനകീയമായി, നല്ല കാര്യമാണ്. പക്ഷെ നോമ്പെല്ലാം എടുക്കാതിരിക്കരുത്. നോമ്പെല്ലാം എടുത്തിട്ട് കർത്താവിനെ ഒറ്റ കൊടുക്കുന്നുണ്ടോ ഈ നോമ്പ് കാലത്ത്? നോമ്പെല്ലാം എടുത്തിട്ട് കർത്താവിനെ ഒറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവർ ചെയ്ത അതേ കാര്യമാണ്. കർത്താവിനെ എടുത്ത് പീലാത്തോസിന് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പ്രത്തോറിയത്തിൽ കയറാതെ ശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുന്നവർ. അത് തന്നെ നമുക്കും പറ്റുന്നത്. ഈ ശുദ്ധതയെക്കുറിച്ചുള്ള ചിന്ത ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ശുദ്ധി. അതുകൊണ്ട് ഇവരെക്കുറിച്ച് പറയുന്നത്, യഹൂദരെക്കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ച് യഹൂദ നേതാക്കളെക്കുറിച്ച് പറയുന്നത്, ഇവർ വഴി കൂടൊക്കെ നടക്കുമ്പോൾ പോലും ഇവരുടെ മേലങ്കി പൊതിഞ്ഞു പിടിച്ച്, ഇവരുടെ അരക്കെട്ട് പുറത്തോട്ട് പോകാതെ പൊതിഞ്ഞ് ചേർത്ത് പിടിച്ച് നടക്കും. എന്തിനാ നടക്കുന്നറിയാമോ? ഇവർ ഈ നടക്കുന്ന വഴിക്ക് വിജാതിയുടെ ദേഹത്തെങ്ങാനും ഇവരുടെ ഉടുപ്പ് തട്ടിയാൽ ഇവർക്ക് അശുദ്ധി വരുമെന്ന് തിരിച്ചു ചിന്തിക്കാനുള്ള പാകമായിട്ടില്ല ഇവർക്ക്. ഇവർ അത്ര ശുദ്ധരാണെങ്കിൽ ഈ ഉടുപ്പിൻ്റെ അറ്റം അവരുടെ ദേഹത്ത് മുട്ടിയാൽ അവർക്ക് ശുദ്ധിയാകും ചിന്തിക്കാൻ മേലെ ചിന്തിക്കത്തില്ല. അവരുടേത് ഞങ്ങളുടെ ഉടുപ്പെ മുട്ടിയാൽ ഞങ്ങൾ അശുദ്ധരായിപ്പോൾ. അതുകൊണ്ട് പൊതിഞ്ഞു കെട്ടി നടക്കുന്നവരാണ് ഇവർ. അത് തന്നെ ഇവരെക്കുറിച്ചാണ് ഈശോ കലഹിച്ചത്. പാത്രത്തിൻ്റെ അകം കഴുകാതെ പുറം വെടിപ്പാക്കിക്കൊണ്ട് നടക്കുന്നവർ, ഒട്ടകത്തെ അരിച്ചെടുക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ഈശോ ദേഷ്യപ്പെട്ടില്ലേ? ഇതാണ് സംഭവം. നമുക്കൊക്കെ ആ കെണി പറ്റുന്നുണ്ടേ. റിച്വൽ പ്യൂരിറ്റി സൂക്ഷിക്കാൻ നോക്കുന്നു. റിച്വൽ പ്യൂരിറ്റി, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട്, നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്യൂരിറ്റി, ശുദ്ധത ഒരു വശത്ത് സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പുറത്ത് നമ്മുടെ തൊഴിലിടത്ത്, നമ്മുടെ കച്ചവട സ്ഥലത്ത്, നമ്മൾ വ്യാപരിക്കുന്നിടത്ത് നമ്മുടെ നിലപാടുകൾ കർത്താവിനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന, കൊലയ്ക്ക് കൊടുക്കുന്ന നിലപാടായിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഈ അപകടമുണ്ട്. വലിയ ഘോരപാപം ചെയ്തിട്ട് ചെറിയ പാപങ്ങളിൽ നിന്ന് മാറി നടക്കാൻ കടന്ന് പാടുപെടുകയും വളരെ ചിട്ടയോടെ ആ പാപം ഞാൻ ചെയ്യില്ല കേട്ടോ, ഞാൻ ചെയ്തില്ല എന്ന് പറയുകയും ചെയ്യുന്ന ആ അപകടം ഉണ്ടല്ലോ, അതാണ് ഈ വൈരുദ്ധ്യം. പെസഹ ആചരിക്കാൻ വേണ്ടിയിട്ടാന്ന് ഓർക്കണേ. പെസഹ ആചരിക്കാൻ വേണ്ടിയിട്ടാ കുഞ്ഞാടിനെ കൊന്ന് ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്ക് കുഞ്ഞാടിനെ കൊന്ന് പാപമോചനത്തിൻ്റെ പെസഹ ആചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പാടുപെടുന്നത്. അതിനെന്താ ചെയ്യുന്നത്? യഥാർത്ഥ കുഞ്ഞാടിനെ കൈവിട്ട് കളഞ്ഞിട്ട് പെസഹ ആഘോഷിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ചില നേരങ്ങളിൽ നമുക്ക് തന്നെ തോന്നിപ്പോകും, നമ്മൾ ഈ ചെയ്യുന്നതിലൊക്കെ അത്ര അർത്ഥമുണ്ടോ? നമ്മൾ ഇതുപോലെ ആയി പോകുന്നില്ലേ നമ്മുടെ പലതും? അപ്പോൾ നമുക്കൊരു ആത്മശോധനയുടെ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒത്തിരി പറയാനില്ല, പക്ഷേ ഉള്ളു പൊള്ളണം. ഇത് ഓരോരുത്തരും സ്വയം വിലയിരുത്തണം. നമ്മുടെ നിലപാട്, നമ്മുടെ ശൈലികൾ, കൊച്ചു കാര്യങ്ങളിൽ എന്തൊരു നിഷ്ഠയും ചിട്ടയുമാണ് നമുക്ക്. ചെറിയ കാര്യങ്ങളിലേ എന്തൊരു വാശി, ശാഠ്യം, അത് തെറ്റാൻ പാടില്ല, ഇതിങ്ങോട്ട് മാറാൻ പാടില്ല, ഇങ്ങനെ നിൽക്കണം, എല്ലാം കൃത്യമല്ലേ? അത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അപ്രധാനമായവയെ പ്രധാനമായി എടുക്കുകയും പ്രധാനമായവ നിസ്സാരമായി പോവുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ അപകടം. അതുകൊണ്ട് ഇന്നത്തെ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ, നിസ്സാരമായ കാര്യങ്ങളെ പ്രധാനമായിട്ടെടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിന്നെ കൈവിട്ട് കളഞ്ഞ നേരങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നിസ്സാരമായവയെ ഗൗരവത്തിലെടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിന്നെ ജീവിതത്തിൽ നിന്ന് കൈവിട്ട് കളഞ്ഞ നേരങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ശരിക്കും ഒരു ആത്മശോധനയുടെ വിഷയമായിരിക്കണം. ചെറിയ കാര്യങ്ങളിൽ പുറത്ത് നിഷ്ഠ കളയണമെന്നല്ല, അതവിടെ ഇരിക്കട്ടെ, അത് വേണം, പ്യൂരിറ്റിയൊക്കെ വേണം, അതിൻ്റെ ചിട്ടകൾ വേണം. പക്ഷേ കർത്താവിനെ കൈവിട്ട് കളയുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിക്കണം. എൻ്റെ കർത്താവിനെ കൈവിട്ട് കളഞ്ഞിട്ട് ഞാൻ പാലിക്കുന്ന ഈ ഡിസിപ്ലിൻ, ഇസ് ഇറ്റ് റിയലി വർത്തി, ഇസ് ഇറ്റ് റിയലി മീനിങ് ഫുൾ? നമ്മൾ സ്വയം അർത്ഥമുണ്ടോ ഈ ചെയ്യുന്നതിന്? അതിൻ്റെ സ്വയം വിലയിരുത്തലാണ് ഇന്നത്തെ ഹോംവർക്ക്. ഒരു സ്വയം വിലയിരുത്തൽ. നമ്മൾ പ്രധാനമായിട്ടും ഇടറിപ്പോകുന്ന മേഖലകളെ ഓർത്തെടുക്കുക. അപ്പോൾ ഹോംവർക്ക് ഒരൊറ്റ സെൻറ്റൻസിൽ പറയാൻ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഇത്രയേ ഉള്ളൂ: കർത്താവിനെ കൈവിട്ട് കളഞ്ഞിട്ട് നിസാരമായവയെ ഞാൻ അമിത പ്രാധാന്യം കൊടുത്ത് ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? കർത്താവിനെ കൈവിട്ട് കളഞ്ഞിട്ട് നിസാരമായവയെ അമിത പ്രാധാന്യം കൊടുത്ത്, അതെന്തുമാകാം, ഈവൻ റിലീജിയസ് പ്യൂരിറ്റി പോലും ആകാം, അമിത പ്രാധാന്യം കൊടുത്ത്
എടുത്ത് മുകളിൽ വയ്ക്കാൻ ശ്രമിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനുദപിച്ച് ആരാധനയിൽ നമുക്ക് ഈശോയെ, അവൻ്റെ മുമ്പാകെ അവൻ്റെ കരുണയെ തേടി പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: കർത്താവിനെ കൈവിട്ട് കളഞ്ഞിട്ട് നിസ്സാരമായവയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തോ എന്ന് ആത്മശോധന ചെയ്ത് പ്രാർത്ഥിക്കുക. മോചനം വീണ്ടും ജനനവും നീജപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. മോചനം വീണ്ടും ജനനവും നീജപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. 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 ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട പെസഹ കുഞ്ഞാടെ നിനക്ക് ആരാധന. ഈശോയെ, കാരുണ്യ വഴി ശുശ്രൂഷയുടെ 31-ാം നാൾ നിന്റെ സന്നിധിയിൽ ആരാധിക്കുന്ന ഞങ്ങൾ, ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്കായി നീ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്കിടയിൽ മാനസാന്തരങ്ങൾ നടക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയ പരിവർത്തനം ഞങ്ങൾക്കിടയിൽ സാധ്യമാകുന്നതിനെ ഓർത്ത് ഈശോ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ചത് നിന്നെ കയ്യാഫാസിൻ്റെ അടുത്ത് നിന്ന് പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുവന്ന രംഗം, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ, നിന്റെ ശത്രുക്കൾ എത്രയധികം പദ്ധതിയിട്ടിരുന്നു നിന്നെ കുരുക്കിലാക്കാൻ. അതുകൊണ്ടാണല്ലോ വിദഗ്ധമായി കയ്യാഫാസിൻ്റെ അടുത്ത് നിന്ന് റോമൻ ഭരണാധികാരിയായ പീലാത്തോസിൻ്റെ ഗവർണറിൻ്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുവന്നത്. കുരിശുമരണം അവർ പദ്ധതിയിട്ടിരുന്നു. കർത്താവേ, അത് പുലർച്ചെയായിരുന്നുവെന്നുള്ളതും ഞങ്ങളുടെ ധ്യാനത്തിൽ ഞങ്ങൾ അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു. കോഴി കൂവും വിധം പുലർച്ചെ, അത്ര തിടുക്കത്തിൽ ഒരു മരണശിക്ഷയ്ക്ക് വിധിക്കാൻ മാത്രം എന്തു ദ്രോഹമാണ് കർത്താവേ നീ ചെയ്തത്. നിന്റെ ശത്രുക്കൾ എല്ലാം മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നു. അടുത്ത രംഗമാണ് കർത്താവേ നിന്റെ പീഠാനുഭവ രംഗങ്ങളിൽ ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞ രംഗം. പെസഹ ഭക്ഷിക്കേണ്ടതിന് അശുദ്ധരാകാതിരിക്കാൻ പ്രത്തോറിയത്തിലേക്ക് പ്രവേശിക്കാതെ പുറത്തുനിന്ന യഹൂദമാന്യന്മാർ, അവരെ കാണാൻ
പീലാത്തോസ് പുറത്തേക്ക് വന്നുവെന്ന് വചനത്തിൽ വായിക്കുന്നു. ശുദ്ധിയെക്കുറിച്ച് അത്രമേൽ കാർക്കശ്യം ചിട്ടയുള്ളവർ ചെയ്തു വച്ചിരിക്കുന്ന മണ്ടത്തരം, ദൈവമായ നിന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് തങ്ങളുടെ ശുദ്ധിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. കർത്താവേ, യഹൂദരിൽ നിന്ന് ഞങ്ങളും അത്ര വിഭിന്നരല്ലെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഞങ്ങളിലെ അനുതാപം ഉണരുന്നത്. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ നിനക്കെതിരെ നിന്നവരുടെ അജ്ഞതയെ തിരിച്ചറിയുന്നു. ഒരു പക്ഷേ അവർ ചെയ്തു കൂട്ടിയതൊക്കെ അറിവില്ലായ്മ കൊണ്ടാകാം. ഞങ്ങൾ അങ്ങനെയല്ല കർത്താവേ, അറിവ് ലഭിച്ച സമൂഹമാണ് ഞങ്ങൾ. സത്യം തിരിച്ചറിഞ്ഞവരല്ല ഈശോയെ ഞങ്ങൾ. എന്നിട്ടും ഞങ്ങളും ഇതേ അപകടത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. നിസാര കാര്യങ്ങളിൽ ഞങ്ങൾ പുലർത്തുന്ന പെർഫെക്ഷൻ, ഞങ്ങൾ പാലിക്കുന്ന നിഷ്ഠ, ചിട്ട, പ്രധാനമായവയിൽ ഞങ്ങൾ പാലിക്കുന്നില്ല. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രധാനങ്ങളായവ പ്രധാനമാവുകയും ഏറ്റവും പ്രധാനപ്പെട്ടവനായ നീ അപ്രധാനപ്പെട്ടതായി പോവുകയും ചെയ്യുന്ന ദുരവസ്ഥ സംഭവിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ അനുദിന ജീവിത കാര്യങ്ങളിൽ ഞങ്ങളുടെ ചിട്ടയും ശ്രദ്ധയും എന്തോരമാണെന്നോ കർത്താവേ. ഓരോ കാര്യത്തിൽ ഞങ്ങൾ പുലർത്തുന്ന നിഷ്ഠ എന്തോരമാണ്. എന്നിട്ടും നിന്റെ കാര്യങ്ങളിൽ, ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾ പുലർത്തുന്ന അശ്രദ്ധ, പ്രത്തോറിയത്തിലേക്ക് പ്രവേശിക്കാതെ ശുദ്ധത പാലിച്ച് പുറത്തു നിന്ന് നിന്നെ കുരുക്കിലാക്കാൻ കെണിയൊരുക്കിയ യഹൂദർക്ക് സമാനമാണെന്ന് ഞങ്ങളും തിരിച്ചറിയട്ടെ. ദൈവജനമേ, നമുക്ക് അനുദപിക്കാം. ഈശോയെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് സമാനമായ നിലപാടുകൾ എടുത്തിട്ട് ഇപ്പുറത്ത് പ്രാർത്ഥനയിൽ പുലർത്തുന്ന ചിട്ടവട്ടങ്ങൾ, നോമ്പിലും ഉപവാസത്തിലും പാലിക്കുന്ന നിഷ്ഠ, എൻ്റെ മതജീവിതത്തിൽ പുലർത്തുന്ന അച്ചടക്കം ഒരു വശത്ത്, അപ്പുറത്ത് കർത്താവിനെ തോൽപ്പിച്ചു കളയുന്ന നിലപാട്, കർത്താവിനെ തകർക്കുന്ന ശൈലി. അതെൻ്റെ കച്ചവടത്തിലാകാം, എൻ്റെ ചില പാപചായ്വുകളാകാം, എൻ്റെ സമ്പത്തിൻ്റെ മാനേജ്മെൻറ്റിലായിരിക്കാം. കർത്താവിനെ തകർത്ത് കളയുന്ന നിലപാട്, എൻ്റെ കുടുംബജീവിതത്തിൽ പുലർത്തേണ്ട വിശുദ്ധിയിലാകാം, എൻ്റെ വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട സമഗ്രതയിലാകാം. കർത്താവേ, നിന്നെ ഒറ്റിക്കൊടുത്തിട്ട് ഇപ്പുറത്തൊരു വശം ഞാൻ മാന്യമായി സൂക്ഷിക്കുമ്പോൾ യഹൂദരെ പോലെ പാത്രത്തിൻ്റെ അകം കഴുകാതെ പുറം മാത്രം വെടിപ്പാക്കുന്നവരുടെ ഗണത്തിൽ ഞാനും എണ്ണപ്പെട്ടു പോകുന്നുവെന്ന് തിരിച്ചറിയുന്നു. ഈശോയെ, കരുണയായിരിക്കണേ. കർത്താവേ, ഞങ്ങൾക്ക് വന്നു പോകുന്ന പിഴവുകളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ദൈവജനമേ നമുക്ക് പ്രാർത്ഥിക്കാം. തെറ്റുകുറ്റങ്ങൾ ഏറെയുണ്ട് കർത്താവേ, ഞങ്ങൾക്ക് ബലഹീനരാണ്. നിന്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് അതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നു എന്നതാണ് ഞങ്ങളുടെ വലിയ ആശ്വാസം. ഈ ദിവസങ്ങളിൽ നിന്റെ ആരാധനയുടെ ചുവട്ടിലിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യ ചുവട്ടിലിരിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തതയോടെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈശോയെ, നന്ദി. ആ തിരിച്ചറിവ് ഇനി തീരുമാനങ്ങളായിട്ട് മാറണം കർത്താവേ. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റട്ടെ. ചില കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുക, ബോധപൂർവമായ വിശുദ്ധമായ അകലം ചിലതിനോടൊക്കെ പാലിക്കാൻ ഞങ്ങളെ നീ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനമേ, കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, നിന്റെ കരുണ, ഉറവറ്റാത്ത നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ
ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. കർത്താവേ, ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന അകൃത്യങ്ങളുടെ മേൽ കോപത്തോടെ നോക്കരുതേ. കർത്താവേ, നിന്റെ കോപത്തെ താങ്ങാൻ ആർക്ക് കഴിയും? റാത്ത് ഓഫ് ഗോഡ്, ദൈവകോപം. കർത്താവേ, ബലഹീനരായി ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. ദൈവജനമേ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദാഹിക്കണം. ദൈവകോപത്തിന് അർഹമായത് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. കോപത്തോടെ എന്നെ നീ നോക്കരുതേ ഈശോയെ, നിന്റെ കരുണ എൻ്റെ മേൽ ചൊരിയണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ
കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ,
ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ദൈവജനമേ, ഇന്ന് ഈ ആരാധനയുടെ അവസാനത്തിൽ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാം. കരുണയുള്ളവനാണ് കൺമുമ്പിൽ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. കരുണയുള്ളവനാണ് കൺമുമ്പിൽ, അവൻ്റെ കരുണയ്ക്ക് അവസാനമില്ല. അനുദപിക്കുന്നിടത്തോളം കാലം അവൻ്റെ കരുണയ്ക്ക് അവസാനമില്ല. അനുതാപത്തോടെ നമ്മുടെ കുറവുകളെ തിരുമുമ്പാകെ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. 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 നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും.